ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. 9875 എന്ന് തന്നിട്ടുണ്ട്. അതിൽ 9000s ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ്, എത്ര ടെൻസ്, എത്ര വൺസ് എന്ന് എഴുതണം കേട്ടോ. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, 800s ഉണ്ട്, എത്ര ടെൻസ് ആണ്, 7 ടെൻസ് ആണ്, എത്ര വൺസ് ആണ്, 5 വൺസ്. നെക്സ്റ്റ് 6307 ആണ്. അതിൽ എത്ര തൗസൻഡ്സ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട് എന്ന് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ എത്ര തൗസൻഡ്സ് ആണ്, 6000s ആണ്. എത്ര ടെൻസ് ആണ്, 30 ടെൻസ് ആണ് അല്ലെ. ദെൻ എത്ര വൺസ് ആണ്, 7 വൺസ്. നെക്സ്റ്റ് 4218 ആണ്. എത്ര ഹൺഡ്രഡ്സ്, എത്ര വൺസ് എന്നാണ് എഴുതേണ്ടത്. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, 4218 42 ഹൺഡ്രഡ്സും 18 വൺസും ആണ് അല്ലെ. 42 ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 4200, 18 വൺസ് എന്ന് പറഞ്ഞാൽ 18. അപ്പൊ 4200ഉം 18ഉം അല്ലേ 4218. നെക്സ്റ്റ് നമുക്ക് നമ്പർ എഴുതാൻ വേണ്ടത് 5000s, 600s, 0 10s, 8 ones. അപ്പൊ എത്രയാ വരിക, 5608 ആണ് അല്ലെ. നെക്സ്റ്റ് 8000s, 12 10s, 0 ones. 8000s എന്ന് പറഞ്ഞാൽ 8000s, 12 10s എന്ന് പറഞ്ഞാൽ 120, 0 ones എന്ന് പറഞ്ഞാൽ 0. 8000ഉം 120ഉം പറഞ്ഞാൽ 8120. നെക്സ്റ്റ് 1600സും 25 വൺസും ആണ്. 1600s എന്ന് പറഞ്ഞാൽ 1600, 25 വൺസ് എന്ന് പറഞ്ഞാൽ 25. 1600 പ്ലസ് 25 എത്രയാണ്, 1625. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ നമ്പർ 6315, the value of the digit 6 is 6000. In each of the following numbers find the value of 3. അതായത് 6315 6ന്റെ വാല്യൂ എത്രയാണ്, 6000 ആണ്. ചുവടെയുള്ള നമ്പറുകളില് 3ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 8573 3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. 7835 3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ആണ്. 3578 3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3000 ആണ്. 5379 3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 300 ആണ് അല്ലെ. തേർഡ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ട്രെയിൻ ഫെയർ ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം ഈസ് 3625 rupees. Since there is a concession for school children, only 2000 rupees was paid. How much is the concession? അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരാനുള്ള ട്രെയിനിന്റെ നിരക്ക് എന്ന് പറയുന്നത് 3625 rupees ആണ്. സ്കൂൾ കുട്ടികൾക്ക് കൺസെഷൻ ഉണ്ട്, അവർക്ക് ആകെ 2000 rupees പേ ചെയ്താൽ മതി. ഹൗ മച്ച് ഈസ് ദ കൺസെഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ടോട്ടൽ ടിക്കറ്റ് ഫെയർ എത്രയാണ്, 3625 ആണ്. എമൗണ്ട് പെയ്ഡ് ആഫ്റ്റർ ഡിസ്കൗണ്ട് എത്രയാണ്, 2000 ആണ്. 2000 rupees ആണ് അല്ലെ. കൺസെഷൻ എത്രയാണ്, കൺസെഷൻ റിസീവ്ഡ് ഈസ് എങ്ങനെയാ കാണാം, 3625 മൈനസ് 2000 ചെയ്താൽ പോരെ. അവർക്ക് ആകെ 2000 പേ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന കൺസെഷൻ എത്രയാ, ടോട്ടൽ ടിക്കറ്റ് ഫീസിൽ നിന്ന് 2000 കുറച്ചാൽ മതി അല്ലെ. അതായത് ഇപ്പൊ എത്രയാ വരിക, 1625. അടുത്തത് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെൽസ്. ചുവടെ 3 ബോക്സസിൽ 301, 185, 829 എന്ന നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 301ഉം 185ഉം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ആണല്ലേ മുകളിലെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് 486 എന്നുള്ളത്. അപ്പൊ നെക്സ്റ്റ് ബോക്സിൽ എത്രയാ വരിക, 185ഉം 829ഉം കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. അപ്പൊ എത്രയാ വരിക, 1014 വരും. ഏറ്റവും മുകളിലത്തെ ബോക്സിൽ എങ്ങനെയാ 486ഉം 1014ഉം കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. അപ്പൊ എത്രയാ, 1500 ആണ്. ആഡ് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് നോക്കുക, 555 എന്ന് തന്നിട്ടുണ്ട്. മിഡിലെ ബോക്സിൽ നമുക്ക് നമ്പർ തന്നിട്ടില്ല. 556 എന്ന് നെക്സ്റ്റ് ബോക്സ് തന്നിട്ടുണ്ട് അല്ലെ. അടുത്തത് മിഡിൽ ബോക്സും ലാസ്റ്റ് ബോക്സും കൂടിയും ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ നമുക്ക് 1000 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മിഡിൽ ബോക്സിൽ നമ്പർ കണ്ടെത്താലോ, ചുവടത്തെ ബോക്സിൽ നമ്പർ കണ്ടെത്താലോ. എന്ത് ചെയ്താൽ മതി, 1000ൽ നിന്ന് 556 കുറച്ചിട്ട് എഴുതിയാൽ മതി അല്ലെ. എത്ര വരിക, 1000ൽ നിന്ന് 556 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 444 ആണ് അല്ലെ. 1000ന്റെ തൊട്ടടുത്തുള്ള ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാലോ. എങ്ങനെയാ, 555 പ്ലസ് 444 ചെയ്താൽ മതി അല്ലെ. എത്രയാ വരിക, 999 എന്ന് ഫില്ല് ചെയ്യാം. ഏറ്റവും മുകളിലത്തെ ബോക്സിൽ എത്ര നമ്പർ വരിക, 999 പ്ലസ് 1000 ചെയ്യുക. അപ്പൊ എത്രയാ, 1999. അടുത്തത് നോക്കുക, 618 നടുവിലെ ബോക്സിൽ നമുക്ക് നമ്പർ തന്നിട്ടില്ല. ലാസ്റ്റില് 743 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ ബോക്സിൽ തന്നിട്ടുണ്ട് അല്ലെ 920 എന്ന്. അപ്പൊ നമുക്ക് ചുവടിലെ ബോക്സിലെ നമ്പർ കണ്ടെത്താലോ. എന്ത് ചെയ്താൽ മതി, 920 നിന്ന് 618 കുറച്ചാൽ മതി അല്ലെ. 920 നിന്ന് 618 കുറച്ചാൽ എത്രയാ വരിക, 302 വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 302ന്റെ കൂടെ 743 ആഡ് ചെയ്ത് കിട്ടുന്നത് 920 തൊട്ടടുത്തുള്ള ബോക്സിൽ എഴുതുക. അപ്പൊ എത്രയാ വരിക, 1045 ആണ് വരിക. ഏറ്റവും മുകളിലത്തെ ബോക്സിൽ എന്ത് ചെയ്യുക, 920 പ്ലസ് 1045 ആഡ് ചെയ്തിട്ട് എഴുതുക കേട്ടോ.
അത് എത്രയാ 1965. അടുത്തത് റീച്ച് 8 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സംഖ്യകൾ ആവർത്തിക്കാതെ 8 എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലത്തെ ബോക്സിൽ നമുക്ക് 8 എന്ന നമ്പർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം 8 എന്ന് പറയുന്നത് ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുക? 1 + 7, 2 + 6, 3 + 5. ഇത്രയും ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. ഇത്ര നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 8 കിട്ടുക. 1 + 7 എടുക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് എന്താ? 1 എന്ന് പറഞ്ഞാല് എന്താണ്? 0ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 1 കിട്ടുക. അപ്പൊ നമ്മളിവിടെ 1 റിപ്പീറ്റ് ആയി. ഇവിടെ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 1 + 7 നമുക്ക് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കുക. 2 + 6 എടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ബിക്കോസ് എന്താണ്? 2 എന്ന് പറയുന്നത് 1 + 1 ആഡ് ചെയ്യുമ്പോഴാണല്ലേ 2 കിട്ടുക. അപ്പോഴും റിപ്പീറ്റ് ആയല്ലോ 1 രണ്ട് കുളത്തിലും എഴുതൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് 2 + 6ഉം എടുക്കാൻ പറ്റില്ല. പിന്നെ ഏതാണ് എടുക്കാൻ പറ്റുന്നത്? 3 + 5 ആണ്. അപ്പൊ എന്ത് ചെയ്യാ? ഫസ്റ്റ് ബോക്സിൽ 3 എന്ന് എഴുതുക, നെക്സ്റ്റ് ബോക്സിൽ 5 എന്ന് എഴുതുക. ഇനി ഈ 3 എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടാം? നമുക്ക് 2ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടും അല്ലെ. അതായത് 2 എന്ന് ഫസ്റ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. എന്നാലാണ് നമുക്ക് 5 കിട്ടണം വെച്ചാൽ 4ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴല്ലേ. 3 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ? 1 + 2 ആണ് അല്ലെ 3. 5 എന്ന് പറഞ്ഞാൽ 1 + 4 ആണ് 5. അപ്പൊ 1 എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലെ. രണ്ടിലും നമുക്ക് 1 ആഡ് ചെയ്യണം. അതുകൊണ്ട് നടുക്കിലത്തെ ബോക്സിൽ 1 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താ? 2, 1, 4 എന്ന് എഴുതുക. 2 + 1 3 ആണ്. 1 + 4 5 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 27 children are standing in a line. The one in the middle has ticket number 4068. What is the ticket number of the first in the line and that of the last in the line? അതായത് ഒരു വരിയില് 27 കുട്ടികൾ നിൽക്കുന്നുണ്ട്. നടുക്കിൽ നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എത്രയാ? 4068 ആണ്. നമ്മളോട് ആ ലൈനിൽ നിൽക്കുന്ന ഫസ്റ്റിൽ നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പറും ആ ലൈനിൽ ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പറും ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എത്ര കുട്ടികളാണ്? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ 27 ആണ്. മിഡില് നിൽക്കുന്ന കുട്ടിയുടെ മുമ്പിലും പിറകിലും എത്ര കുട്ടികളുണ്ടാവും? 13 ചിൽഡ്രൻ വീതം ഉണ്ടാവും അല്ലെ. അപ്പൊ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ് എങ്ങനെ കാണാം? 4068ൽ നിന്ന് 13 കുറച്ചാൽ മതി അല്ലെ. കുട്ടി 14ാമത്തതല്ലേ. അപ്പൊ 13 കുറച്ചാൽ മതി. അപ്പൊ എത്രയാ കിട്ടുക? 4055 ആണ് കിട്ടുക. അടുത്തത് ടിക്കറ്റ് നമ്പർ ഓഫ് ദ ലാസ്റ്റ് ചൈൽഡ് എങ്ങനെയാ കാണുക? 4068ന്റെ കൂടെ 13 കൂട്ടിയാൽ മതി അല്ലെ. +13 ചെയ്യാം. അപ്പൊ എത്രയാ വരിക? 4081. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10,000 ഈസ് ഈക്വൽ ടു ഹൗ മെനി 500s എന്നാണ്. നമുക്കറിയാം 10,000s എത്ര തൗസൻഡ്സ് ആണ്? 10,000s ആണ് അല്ലെ. 10 ആയിരങ്ങൾ ചേർന്നതല്ലേ 10,000s. ഒരു 1000ൽ എത്ര 500s ആണ്? 2 500s ആണ് അല്ലെ. അപ്പൊ 10,000s എത്ര 500s ആണ്? 10 × 2 ചെയ്താൽ മതി അല്ലേ. അപ്പൊ എത്രയാ വരിക? 20 വരും. 20 500s ആണ് കേട്ടുള്ളത്. 7th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് 50 ones, 50 tens and 50 hundreds taken together. അതായത് 50 hundredsഉം 50 tensഉം 50 onesഉം കൂടി ഒരുമിച്ച് ചേർന്ന് വരുന്ന സംഖ്യ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്? 5555, 5505, 5550, 5055. നമുക്ക് നോക്കാം. 50 hundreds എന്ന് പറഞ്ഞാൽ 5000 ആണ്. 50 tens എന്ന് പറഞ്ഞാൽ 500 ആണ്. 50 ones എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പൊ എത്രയാ? 5000 + 500 + 50 എന്ന് പറഞ്ഞാൽ 5550 ആണ്. അല്ലെങ്കിൽ നോക്കൂ, 50 ones എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് നമുക്കറിയാം അല്ലെ. ലാസ്റ്റിൽ 50 വരുന്ന ആകെ ഒരു നമ്പറേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ. എത്രയാ? 5550. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. അടുത്തത് കണ്ടിന്യൂ ദ പാറ്റേൺ. ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 4080, 4085, 4091, 4098. ഇവിടെ എങ്ങനെയാ? ഫസ്റ്റ് 4080 കഴിഞ്ഞാൽ 4085 ആണ്. അപ്പൊ എത്രയാ? 5 വെച്ച് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് 4085 കഴിഞ്ഞിട്ട് 4091 ആണ്. ഇവിടെ 6 ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അല്ലെ. +6 ആണ്. അടുത്തത് എന്താണ്? 4091 കഴിഞ്ഞിട്ട് 4098 ആണ്. അവിടെ കൂടിയിരിക്കുന്നത് എത്രയാ? അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 7 ആണ്. നെക്സ്റ്റ് വരിക 4098ന്റെ കൂടെ 8 ആഡ് ചെയ്യണം. അപ്പൊ എത്രയാ? 4106 വരും. അടുത്തത് 4106ന്റെ കൂടെ 9 ആഡ് ചെയ്യണം. എത്രയാണ്? 4115 വരും. അടുത്തത് 4115ന്റെ കൂടെ 10 ആഡ് ചെയ്യണം. എത്രയാ? 4125 വരും. ദെൻ അടുത്തത് 11 ആഡ് ചെയ്യണം. എത്രയാ? 4136. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
Next, calculate how many numbers are there between 9,000 and 10,000. 9,000ന്റെയും 10,000ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് ഇടയിലുള്ളതാണ് കേട്ടോ, ബിറ്റ്വീൻ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 9,001 തൊട്ടിട്ട് 9,999 വരെയുള്ള നമ്പേഴ്സ് കണ്ടാൽ മതി അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട്? ലാർജസ്റ്റ് നമ്പർ എത്രയാ? 9,999 ആണ്. സ്മോളസ്റ്റ് നമ്പർ എത്രയാ? 9,001 ആണ്. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ എത്രയാ വരിക? നമുക്ക് 998 കിട്ടും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? +1 ചെയ്യണം അല്ലെ, ഒന്ന് ആഡ് ചെയ്യണം. അപ്പൊ എത്രയാ നമ്പേഴ്സ് വരിക? 999 വരും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 10,000ൽ നിന്ന് 9,000 കുറയ്ക്കുക. അപ്പൊ എത്രയാ? 1000 കിട്ടൂ അല്ലെ. 10,000ൽ നിന്നാണ് 9,000 കുറച്ചത് അല്ലെ. അപ്പൊ 10,000 നമ്മൾ ഉൾപ്പെടുത്താൻ പാടുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ 10,000 നമുക്ക് ഒഴിവാക്കണം. 10,000 എന്നുള്ള നമ്പർ ഒഴിവാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം? -1 ചെയ്യുക കേട്ടോ. അപ്പൊ എത്രയാ വരിക? 999. രണ്ടും ആൻസർ ഒന്ന് തന്നെ വരിക. ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് അത് വെച്ച് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9,000 ആൻഡ് 10,000? അടുത്തത് എന്താ? ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9,000 ആൻഡ് 10,000? 9,000ന്റെയും 10,000ന്റെയും ഇടയിൽ എത്ര ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഉണ്ട് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ ആയതുകൊണ്ട് 9,000 ഉൾപ്പെടുത്താൻ പറ്റില്ല, 10,000 ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം? ഫ്രം 9,001 തൊട്ടിട്ട് ടു 9,999 വരെ അല്ലേ കാണേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഓഡ് നമ്പേഴ്സ് നോക്കാം. 9,001 തൊട്ടിട്ട് 9,100 വരെ എത്ര ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഉള്ളതെന്ന് ഫസ്റ്റ് കാണാം കേട്ടോ. അതായത് 100 വരെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 10 വരെ നമുക്ക് അറിയണം അല്ലെ. 9,001 തൊട്ടിട്ട് 9,010 വരെ 5 ഓഡ് നമ്പേഴ്സ് ആണ്, 5 ഈവൻ നമ്പേഴ്സും ആണ് ഉള്ളത് കേട്ടോ. അങ്ങനെയാണ് 9,001 തൊട്ടിട്ട് 9,010 വരെയുള്ള നമ്പേഴ്സ് ഉള്ളത്. അതുപോലെ 9,001 തൊട്ടിട്ട് അപ്പൊ 9,100 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക? ഒരു 100ല് 10 tens ആണ് അല്ലെ, ഒരു 100. അപ്പൊ നമുക്കറിയാം ഒരു 10ല് 5 ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 10 tensല് എത്ര ഓഡ് നമ്പേഴ്സ് ആയിരിക്കും? 10 5s കണ്ടാ മതി അല്ലെ. 10 5s എത്രയാ? 50 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ 50 ഈവൻ നമ്പേഴ്സും ആയിരിക്കും. നമുക്ക് ഇവിടെ കാണേണ്ടത് ഒരു 1000ലാണ് കേട്ടോ. 9,000ന്റെയും 10,000ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ 1000 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. 9,001 തൊട്ടിട്ട് 9,100 വരെ 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സും ആണെങ്കിൽ 1000ല് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 10 hundreds ഉണ്ട് അല്ലെ. 10 hundreds ആണ് ഒരു 1000 എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്കറിയാം ഒരു 100ല് 50 ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 10 hundredsല് എത്ര ഓഡ് നമ്പേഴ്സ്? 10 × 50 ചെയ്താൽ മതി അല്ലെ. അപ്പൊ എത്രയാ? 500 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അടുത്തത് ഈവൻ നമ്പേഴ്സ് ആണ് നോക്കേണ്ടത്. അതും ബിറ്റ്വീൻ 9,000 ആൻഡ് 10,000 ആണ്. അതായത് 9,001 തൊട്ടിട്ട് 9,999 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ മാത്രം ഈവൻ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റില് 9,901 തൊട്ടിട്ട് 9,999 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് നോക്കുമ്പോൾ അവിടെ ആകെ 49 ഈവൻ നമ്പേഴ്സേ വരും. 99 നമ്പേഴ്സ് ആണ്, അതിൽ 50 ഓഡ് നമ്പേഴ്സ് ആണ്, ബാക്കി 49 ഈവൻ നമ്പേഴ്സേ വരൂ. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 500ൽ നിന്ന് എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം. ആ ലാസ്റ്റിലുള്ള സെറ്റിൽ മാത്രമാണ് 49 ഈവൻ നമ്പേഴ്സ് വരൂ. ബാക്കിയെല്ലാം എന്തുണ്ട്? 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് വരും? 500ൽ നിന്ന് 1 കുറച്ച് 499 ഈവൻ നമ്പേഴ്സ് ആണ് വരും. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, ബൈ.